നെക്സ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നോക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഗ്രോസ് ലോസും ഗ്രോസ് പ്രോഫിറ്റും അല്ലേ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനേക്കും ഉണ്ടാക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടേൺ ദ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഓഫ് എ ബിസിനസ് ഫോർ ആൻ അക്കൗണ്ടിങ് പീരീഡ്. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡ്, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ആ അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിൽ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളതെങ്ങനെ തുടങ്ങുകയെന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റോ ലോസോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ആ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാക്കിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റോ ലോസോ, അതായത് ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ആ മിസ്റ്റേക്ക് വരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ തെറ്റും. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് കിട്ടിയ പ്രോഫിറ്റോ ലോസോ ഉണ്ടാവില്ല, ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ അത് കറക്റ്റ് എമൗണ്ട് ആണ് നമ്മൾ എന്താക്കണം, കൺഫേം ആക്കണം. അതിന് ശേഷമാണ് നമ്മൾ എന്തുണ്ടാക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയത് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും ഗ്രോസ് ലോസ് ആണെങ്കിലും നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും. ഗ്രോസ് ലോസ് ആണെങ്കിൽ നമ്മളത് ഡെബിറ്റ് സൈഡിൽ എഴുതും, ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എന്തുണ്ടാക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ഐറ്റം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഫാക്ടറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് അല്ലേ കാണിക്കുക. അപ്പോൾ ഓഫീസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും ലോസസും എല്ലാ എക്സ്പെൻസസും ലോസസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതുപോലെ എല്ലാ ഇൻകംസും ഗെയിൻസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യും. എന്നിട്ട് ഏത് സൈഡാണ് കൂടുതൽ നോക്കും. അപ്പോൾ ഇൻകമാണ് എക്സ്പെൻസിനേക്കാളും കൂടുതലെങ്കിൽ, അതായത് ക്രെഡിറ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡിനേക്കാളും കൂടുതലെങ്കിൽ അതെന്തായിരിക്കും, അത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഇൻകമാണല്ലോ കൂടുതൽ. നേരെ ഓപ്പോസിറ്റ് എക്സ്പെൻസ് ആണ് ഇൻകത്തിനേക്കാളും കൂടുതലെങ്കിൽ, അതായത് ഡെബിറ്റ് ആണ് ക്രെഡിറ്റിനേക്കാളും കൂടുതലെങ്കിൽ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നെറ്റ് ലോസ് ആണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഇതിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ആണെങ്കിൽ നമ്മളത് എങ്ങോട്ടാണ് കാണിക്കാതെ അറിയോ, നമ്മളത് നേരെ ബാലൻസ് ഷീറ്റിലേക്കാണ് കാണിക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു പേരുമുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ എന്ത് പറയും, സമ്മറി ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിന് എന്നും അങ്ങനെ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടേൺ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ബിസിനസ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. അതാണ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ നമുക്ക് ചെറിയ മാർക്കിനല്ല കൂടുതൽ മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ നമ്മളത് എക്സ്പെൻസ് ഏത് സൈഡിലാണ് കാണിക്കുന്നത്, ഇൻകം ഏത് സൈഡിലാണ് കാണിക്കുന്നത്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടാക്കുക പോയിൻറ്റ്സ് കൂട്ടി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടാവുക. ഇനി എൻ്റെ അടുത്ത് നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണിത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ നോക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഏതാ ക്വസ്റ്റിൽ തരുന്ന വെച്ചാൽ ആ ഇയർ എഴുതുക. ഇപ്പോൾ ഗ്രോസ് ലോസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും, പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെ ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും ലോസസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുക. ഫസ്റ്റ് കണ്ട സാലറിയാണ് വന്നത്, അപ്പോൾ സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. വേജസ് ആകുമ്പോൾ അതെന്താ, അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. വേജസ് ആകുമ്പോൾ ഫാക്ടറി ആയിട്ട് റിലേറ്റഡ് ആണ്, ഫാക്ടറിയിലുള്ള എംപ്ലോയീസിനാണ് നമ്മൾ എന്ത് കൊടുക്കുക, വേജസ് കൊടുക്കുക. സാലറി എന്ന് പറയുമ്പോൾ ഓഫീസിലുള്ള എംപ്ലോയീസിനാണ് നമ്മൾ എന്ത് കൊടുക്കുക, സാലറി കൊടുക്കുക. അതുകൊണ്ട് അത് ഏതിലാണ് വരിക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. പിന്നെ റെൻറ്റ്, അതായത് റെൻ്റൊക്കെ എങ്കിലും ഓഫീസിൻ്റെ വാടക, ടാക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മറ്റടുത്ത് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് എഴുതും. അതേപോലെ എല്ലാ ഇൻകവും, അതേപോലെ നമുക്ക് എന്തെങ്കിലും ഗെയിൻ, ലാഭമോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഏത് സൈഡിൽ വരും, ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് റെൻറ്റ് തരികയാണെങ്കിൽ റിസീവ്ഡ് ആയിട്ടുള്ള, അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇപ്പോൾ പെയ്ഡ് എന്ന് പറയുന്നതൊക്കെ എക്സ്പെൻസ് ആണ്, അതൊക്കെ എവിടെ വരിക, ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും. റിസീവ്ഡ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് കിട്ടിയ ലാഭങ്ങളാണ്, അതൊക്കെ എവിടെയാണ് വരിക, ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ ഈ ഐറ്റംസൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. പക്ഷേ ഇത് ഫുള്ള് കാണാതെ പഠിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റംസൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് ആകുമ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പിന്നെ സെയിൽ, പർച്ചേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്, ഫാക്ടറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും.
അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസും എന്താ വരിക, ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ എക്സ്പെൻസും ഇപ്പുറത്തെ സൈഡിൽ ഇൻകവും ആണ് വരിക. അപ്പോൾ നോക്കിയത് ഫുൾ ഐറ്റംസ് കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ചില വേർഡ്സൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കാൻ പറ്റുന്ന നിങ്ങൾ പഠിക്കുക. അല്ലാത്ത നിങ്ങൾ ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പോസ്റ്റേജ്, സ്റ്റേഷനറി, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓഡിറ്റ് ഫീസ് എന്ന് വെച്ചാൽ ഓഫീസിൽ എന്തെങ്കിലും ഓഡിറ്റ് നടത്തുക, അതിൻ്റെ ഫീസ്. പിന്നെ ജനറലായിട്ട് വരുന്ന എക്സ്പെൻസ്, എന്തെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും ഫാനോ എന്തെങ്കിലും കേടായി നമ്മൾ റിപ്പയർ ചെയ്യേണ്ടി വരും, അപ്പോൾ അതിന് വരുന്ന എക്സ്പെൻസ്. പിന്നെ ഫയർ ഇൻഷുറൻസ് പ്രീമിയം, നമ്മൾ പ്രീമിയം കൊടുക്കൂലേ, അങ്ങനെ കൊടുക്കുന്ന പ്രീമിയം, അതിൻ്റെ പൈസ. പിന്നെ എന്തെങ്കിലും ലീഗലായിട്ട് എന്തെങ്കിലും കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ്. ഓഫീസിലെ ലൈറ്റ് മേടിക്കാനുള്ള എക്സ്പെൻസ്. അതുപോലെ ബാങ്കിൽ വരുന്ന ഇൻട്രസ്റ്റ്, അതായത് ബാങ്കിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പലിശയ്ക്ക് പണം എടുത്തിട്ടേക്കും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാകും, അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. പിന്നെ ബാഡ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രാവശ്യം പറഞ്ഞിട്ട് എന്താ, കിട്ടാത്ത കടങ്ങളെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയാം. അതായത് നമ്മൾ എന്താ കസ്റ്റമേഴ്സിന് കടത്തിന് എന്തെങ്കിലും സാധനം കൊടുക്കും, ഒരു തിരിച്ച് തരുമെന്ന് വിചാരിക്കും, പക്ഷെ ഒരു സമയത്തിന് തരൂല, അങ്ങനെ തരാനുള്ള കിട്ടാതെ നിൽക്കുന്ന സാധനങ്ങൾ നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ എന്താക്കും, ട്രീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ്, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ വെറും കമ്മീഷൻ, കണ്ടോ, വെറും കമ്മീഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുക, കമ്മീഷൻ പെയ്ഡ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ അത് എന്താ, നമ്മൾ കൊടുത്ത കമ്മീഷനായിരിക്കും, അത് എക്സ്പെൻസാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസ്. പിന്നെ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താ, തേയ്മാനം. ഇപ്പോൾ ഫാനാണെങ്കിലും ലൈറ്റ് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും, നമ്മൾ ചെയർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ഒക്കെ കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ എന്താ, തേയ്മാനം വരും. അപ്പോൾ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നന്നാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്, വീണ്ടും എക്സ്പെൻസ് കൊടുക്കേണ്ടത്, അങ്ങനെ വരുന്ന എക്സ്പെൻസ്. പിന്നെ സൺട്രി ട്രേഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ, സൺട്രി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതാണ് മറ്റേ പോലെ നമ്മൾ എന്തെങ്കിലും സാധനം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ ബ്രാഞ്ചിൽ നിന്ന് വേറെ ഏത് ബ്രാഞ്ചിലേക്ക് കൊടുക്കണോ, അങ്ങനെ എന്തെങ്കിലും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ്. പിന്നെ ഓഫീസായിട്ട് വരുന്ന എന്തെങ്കിലും എക്സ്പെൻസ്. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ്. പിന്നെ എന്തെങ്കിലും നമ്മൾ ഓഫീസിലുള്ള എന്തെങ്കിലും അസറ്റുകൾ നമ്മൾ നഷ്ടത്തിന് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വരുന്ന ലോസ്. പിന്നെ ക്യാരേജ് ഇൻവേർഡ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണെന്ന് പറഞ്ഞു. കാരണം എന്താ, എന്തെങ്കിലും ഗുഡ്സ് കൊണ്ടുവന്നാൽ നമ്മൾ ഫാക്ടറിയിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി നമ്മൾ വരുന്ന ചിലവിനാണ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയാം. ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് കയറ്റി വിടുന്ന എക്സ്പെൻസാണ്. അപ്പോൾ അതെവിടെയാണ് ഉണ്ടാവുക, ഓഫീസ് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് ഉണ്ടാവുക. അത് മാറിപ്പോയത് ക്യാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിലും ഔട്ട്വേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഉണ്ടാവുക. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സാധനം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ്. പിന്നെ വെയർ ഹൗസ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് വെയർ ഹൗസസ് ഒക്കെ ഉണ്ടാവും, അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഗോഡൗൺ ഒക്കെ ഉണ്ടാവും അടിയിലൊക്കെ. അപ്പോൾ അവിടെ ലൈറ്റും ഒക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന എക്സ്പെൻസ്. അത്രയാണ് എക്സ്പെൻസസ് ഉള്ളത്. പിന്നെ നമുക്കെല്ലാം കൂട്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റിന് എഴുതും, ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് ലോസിന് എഴുതും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കമ്മീഷൻ റിസീപ്റ്റ്, അത് നമുക്ക് എന്തെങ്കിലും കിട്ടിയ കമ്മീഷൻ. പിന്നെ ഇൻട്രസ്റ്റ് CRന് കൊടുക്കുന്ന ക്രെഡിറ്റിലാണ്, അതായത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. മറ്റേത് ഇൻട്രസ്റ്റ് പെയ്ഡ് ചെയ്യുന്നു ഡെബിറ്റിൽ വന്നിരുന്നത്. പിന്നെ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്, അതായത് നമുക്ക് കിട്ടൂല നമ്മൾ വിചാരിച്ച് എഴുതി തല്ലിയ കട ഉണ്ടല്ലോ, നമുക്ക് തിരിച്ച് കിട്ടുക. അപ്പോൾ നമുക്കത് ഇൻകമാണ്. പിന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ഇൻകം. പിന്നെ എന്താ, ഡിവിഡൻഡ് റിസീവ്ഡ്, നമുക്ക് എവിടെയെങ്കിലും ഓഹരിയിലൊക്കെ എന്തെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ഓഹരിയാണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന അതാണ് പറയുന്നത് റിസീവ്ഡ്. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, നമ്മൾ അസറ്റുകൾ, ഫാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ എന്തെങ്കിലും നമ്മളെന്താ ലാഭത്തിന് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. പിന്നെ മിസ്ലേനിയസ് ഇൻകം എന്ന് വെച്ചാൽ ഇതിലൊന്നും പെടാതെ പലവിധ ഇൻകം എന്നാണ്, പല വഴിയിലൂടെ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകവും, അങ്ങനത്തെ ഇൻകങ്ങളെയൊക്കെ നമ്മളതിൽ മിസ്ലേനിയസ് ഇൻകമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുക. പിന്നെ ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് ലോസ് എന്ന് പറഞ്ഞ് എഴുതുക. ഇത്രയാണ് ഇതിൽ വരുന്ന ഐറ്റംസ്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പഠിക്കുക, അല്ലെങ്കിൽ ഐറ്റംസൊക്കെ ജസ്റ്റ് കുറച്ചെങ്കിലും നിങ്ങൾ പഠിക്കുക, അതായത് ബാഡ് ഡെപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെ ആലോചിക്കുക, ഓഫീസ് വെയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഇൻകം ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലുമാണ് വരിക. മറ്റേത് ഫാക്ടറിയാണ് ട്രേഡിങ്ങിൽ വരിക. അപ്പോൾ അങ്ങനെ പഠിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ് നോക്കുന്നത്, മിസ്റ്റർ റാംബോസിൻ്റെ തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, നമുക്ക് എന്താ അവിടെ തന്നത് നോക്ക്, നമുക്ക് എന്തെല്ലാം ഇൻഫർമേഷൻസ് അവിടെ തന്നത്. സാധാരണ നമ്മൾ എന്ത് കണ്ടുപിടിക്കുമെന്ന് അറിയോ, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്
അക്കൗണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുൻപ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ പ്രോഫിറ്റ് വെച്ചിട്ട് ഇത്രയും എക്സ്പെൻസും കൂടെ എക്സ്ട്രാ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഇതിൽ നോക്കുന്നത്. അപ്പോൾ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഓൾറെഡി ഗ്രോസ് പ്രോഫിറ്റ് നേരത്തെ നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് കണ്ട് വെച്ചിട്ടുണ്ട്. എത്രയാണ്, 1,97,500. അപ്പോൾ ആ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ എന്താക്കുക, ഇത്രയും എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാന്നാണ് നോക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ തന്ന ഇൻഫർമേഷൻസ് ഒക്കെ നോക്കും. സാലറീസ് 86,000, ഡിസ്കൗണ്ട് അലൗഡ് 4,200, ഡിസ്കൗണ്ട് റിസീവ്ഡ് 5,000, ബാഡ് അപ് ടു 17,000, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1,400, depreciation 15,000, insurance 11,500, carriage outward 3,100, interest received 6,700, rent 24,000. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണിത് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് നേരത്തെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരുന്നത്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, 1,97,500 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. പിന്നെ നമുക്ക് ഇൻകം ആണ് ഇൻകം സൈഡിൽ എഴുതുക. അപ്പോൾ നമുക്ക് റിസീവ്ഡിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. റിസീവ്ഡ്സ് ആണ് എന്തിൽ വരിക, ഇൻകത്തിൽ വരിക കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണമാണുള്ളത്. എന്താണ്, ഡിസ്കൗണ്ട് റിസീവ്ഡും ഇൻട്രസ്റ്റ് റിസീവ്ഡും. അപ്പോൾ അത് രണ്ടും നമുക്ക് എഴുതാം. എന്താണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അപ്പോൾ അത് രണ്ടും നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 2 lakh. അത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താക്കുക, അത് രണ്ടും എഴുതുക, റിസീവ്ഡ് രണ്ടും എഴുതുക, 5,000ഉം 6,700ഉം. ഇനി ബാക്കിയുള്ള എക്സ്പെൻസസ്, കുറേ എക്സ്പെൻസ് നമുക്കറിയില്ല. ആ എക്സ്പെൻസ് ഒക്കെ നമുക്ക് എന്താക്കുക, എക്സ്പെൻസ് സൈഡിൽ എഴുതുക. എന്തൊക്കെയാണത്, സാലറീസ് 86,000, ഡിസ്കൗണ്ട് അലൗഡ് 4,200, പിന്നെന്താണ്, ബാഡ് അപ് ടു 17,000, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1,400, പിന്നെ ഡിപ്രീസിയേഷൻ 15,000, ഇൻഷുറൻസ് 11,500, carriage outward 3,100, rent 24,000. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മളിവിടെ എഴുതുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് എഴുതിയിട്ട് നമ്മൾ എന്താക്കുക, നമുക്ക് ഈ സൈഡും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താക്കുക, ഗ്രോസ് പ്രോഫിറ്റ് അടക്കമാണ് കേട്ടോ നമ്മളിവിടെ ആഡ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് അടക്കമാണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, 1,97,500ൻ്റെ കൂടെ ഈ രണ്ട് ഇൻകവും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അതേപോലെ എന്താക്കുക, സാലറി മുതൽ റെൻറ്റ് വരെയുള്ളത് ഫുള്ളും നമ്മൾ ആഡ് ചെയ്യാം. അപ്പം ഈ സൈഡ് ക്രെഡിറ്റ് സൈഡാണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം സൈഡാണ് ഇവിടെ കൂടുതൽ കിട്ടുന്നത്. എത്രയാണ്, 2,09,200 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ നമ്മൾ എന്താക്കുക, രണ്ട് സൈഡിൽ നമ്മൾ ആ വലുത് കിട്ടിയത് എഴുതുക. എന്നിട്ട് എന്താക്കുക, നമുക്ക് ഈ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസിൻ്റെ ടോട്ടൽ കാണുക. എക്സ്പെൻസിൻ്റെ ടോട്ടലിൽ നിന്ന് എന്ത് കുറയ്ക്കാം, നമുക്ക് കിട്ടിയ നമ്മൾ കുറയ്ക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. എത്ര കിട്ടും, 47,000 കിട്ടും. ഇപ്പോൾ ഏത് സൈഡാണോ കൂടുതൽ നമ്മൾ രണ്ട് വാല്യൂ ആഡ് ചെയ്യണം. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഏത് സൈഡിലാണെന്ന് വെച്ചാൽ ആ സൈഡിലുള്ള എമൗണ്ട് നമ്മൾ എന്താക്കും, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതും. ഇനിയിപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അതായത് ഇൻകം സൈഡാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇൻകം സൈഡിൽ നിന്ന് നമ്മളെ എക്സ്പെൻസ് കുറച്ചുകൊണ്ട് നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് എക്സ്പെൻസ് ആണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കിവിടെ എന്തായിരിക്കും കിട്ടുക, നമുക്ക് നെറ്റ് ലോസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് തുടങ്ങുക. ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയും തരും, ഇല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരുമിച്ച് ഉണ്ടാക്കാനായിരിക്കും നമുക്ക് തരിക. അപ്പോൾ നമ്മൾ എന്താക്കുക, നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ട് അതിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് തുടങ്ങുക, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുക. ഇവിടെ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കി, ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ട് തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ എന്താക്കണം, ട്രേഡിംഗ് അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ എത്രയാണോ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ കിട്ടുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് തുടങ്ങും. ഗ്രോസ് ലോസ് ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതും, നമ്മൾ എക്സ്പെൻസ് സൈഡിൽ എഴുതും. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എവിടെ എഴുതിയത്, ഇൻകം സൈഡിൽ എഴുതിയത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്തുണ്ടാക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ കിട്ടിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോസ് വരുന്ന ഇതിൽ നോക്കാം കേട്ടോ.